ഹലോ കൂട്ടുകാരെ, നമുക്കൊരു ചെറിയ മിനി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനും നന്ദു കൊണ്ട് പൊടിമോളെയും കൊണ്ട് ഇഞ്ചക്ഷൻ വെക്കാൻ പോവാണ് കേട്ടോ. 9-ാം മാസത്തെ ഇഞ്ചക്ഷൻ. 9 മാസം പൂർത്തിയായി, 10-ാം മാസമായി. സാധാരണ ഇപ്പോൾ അങ്ങനെയാണ്, 9-ാം മാസത്തെ ഇഞ്ചക്ഷൻ 10-ാം മാസം ആദ്യമാണ് വെക്കുന്നത്. നമ്മൾ ഒരു ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഓട്ടോ വന്നപ്പോൾ ഞാൻ പൊടിമോളെ നടുക്കി ഇരുത്തി കേട്ടോ. കാരണം കൂടുതൽ കാറ്റൊന്നും അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇരുത്തിയതാണ്. പൊടിമോൾക്ക് യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അധികം കൊണ്ടുപോകലുണ്ടല്ലോ. അതും ഓട്ടോയിലാണ് നമ്മൾ അധികവും പോയിരിക്കുന്നത്. അതുകൊണ്ട് പൊടിമോൾക്ക് യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിടിക്കാണ്ട് അവളെ ഒറ്റയ്ക്ക് ഇരുത്തിയത് കാരണം നമ്മൾ രണ്ടാളും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പിടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പേ കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ രണ്ടാളും കൂടെ ഓടുന്നുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ നമ്മുടെ ഹെൽത്ത് സെൻറ്ററിലേക്ക്. അവിടെ നിന്നാണ്, ബുധനാഴ്ച ദിവസമാണല്ലോ ഇന്ന്, അവിടെ നിന്നാണ് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ഹെൽത്ത് സെൻറ്ററിലെത്തി. അത്യാവശ്യം ഇപ്പം കുറച്ച് വിപുലീകരിച്ചിട്ടുണ്ട് കേട്ടോ ഹെൽത്ത് സെൻറ്ററിൽ. ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവലുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിവിടെ പോവാം. അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ നിൽക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വെയിറ്റ് നോക്കണമായിരുന്നു കുഞ്ഞിൻ്റെ. വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ പൊടിമോൾ ബാക്കിലോട്ട് നോക്കുന്നുണ്ട്. അവിടെ ഇഷ്ടംപോലെ പിള്ളേരെയും കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. നമ്മുടെ പൊടിമോൾ അത് കേൾക്കേണ്ട താമസം അന്നാട് തുടങ്ങി. പിന്നെ ഉറക്കത്തിൻ്റെ ഇതും ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം കൂടുതൽ നല്ലൊരു വഴക്കായിരുന്നു. അന്നേരം തൊട്ട് തുടങ്ങിയ വഴക്കാണ്. പിന്നെ ഇടയ്ക്കൊന്ന് പാലൊക്കെ കൊടുത്ത് ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കെ നോക്കി. എന്നിട്ടും വലിയ ഇതുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിപ്പം ഇതിനകത്ത് ഒരു തുള്ളിമരുന്ന് കൊടുക്കാനുണ്ട്, വിറ്റാമിൻ എ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ 3 കുത്ത് കിട്ടി കേട്ടോ. 2 കൈക്കും 2 കുത്തും കിട്ടി, കാലിനും 1 കുത്ത് കിട്ടി. ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു അരമണിക്കൂറിന് ശേഷം വീട്ടിലെത്തി. അപ്പം വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. കറി ചെറിയൊരു മെഴുക്കുവരട്ടിയാണ്. ചേനയും നമ്മുടെ ബീട്രൂട്ടും കൂടെയുള്ളൊരു ചെറിയ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടെല്ലാം വേവിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത്. സവാള ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ. പച്ചമുളകാണ് എരിവിനിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേനയ്ക്ക് ലേശം വേവുണ്ടല്ലോ, അതുകൊണ്ട് ഇച്ചിരി വെള്ളമെല്ലാം ഒഴിച്ച് വേവിച്ച് വെച്ചിട്ട് പോയി. കാരണം തിരിച്ച് വരുമ്പം പനിയോ അല്ലെങ്കിൽ കാലുവേദനയൊക്കെ ആണെങ്കിൽ പൊടിമോൾ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു കറിയും കൂടെ വേവിച്ച് വെച്ചിട്ട് പോകാം, ബാക്കി ഡെക്കറേഷൻ പണിയെല്ലാം വന്നിട്ടെന്ന്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിനെ ഒന്നുകൂടെ ചൂട് എണ്ണയെല്ലാം ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി എല്ലാം ചേർത്തിരുന്നു കേട്ടോ. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന അവലും കൊണ്ട് വരുന്ന ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ അടുത്തുനിന്ന് ഞാൻ 2 കുറ്റി അവൽ വാങ്ങി. ഒരു കുറ്റിക്ക് 50 രൂപയാണ് കേട്ടോ. പാവം വെയിലത്ത് നടന്നു വരുന്നതല്ലേ, കുഞ്ഞുമംഗലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നതാണ്. അങ്ങനെ 2 കുറ്റി അവലൊക്കെ വാങ്ങി പുള്ളിക്കാരിയോട് കുറച്ച് സമയം വർത്താനം എല്ലാം പറഞ്ഞ് യാത്ര പറഞ്ഞ് പുള്ളിക്കാരി പോയി. ചോറൊക്കെ ഉണ്ടിട്ടാണ് വന്നത്. ഏതാണ്ട് 1:45 സമയമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ചേച്ചി പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പൊടിമോളെ നോക്കാൻ അമ്മയും സന്ദേശയും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചോറ് കഴിച്ചില്ലായിരുന്നു. ചോറിന് ഞാനൊരു ചമ്മന്തിയും കൂടെ, മാങ്ങ ഉണ്ടായിരുന്നു, അപ്പം ഒരു മാങ്ങ ചമ്മന്തിയും കൂടെ ആക്കിയിരുന്നു. പിന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടി, പിന്നെ ഇന്നലത്തെ കുറച്ച് തോരനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അതുവിന് ഞാൻ അവലാണ് കുഴച്ച് വെച്ചത്. പിന്നെ അതുപോലെ നേന്ത്രപ്പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. കമൻറ്റ്സ് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റ്സുകൾ വരണം, എന്നാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.